അറൌണ്ട് 25 ലാക്ക് സ്റ്റുഡൻസ് എഴുതുന്ന ഒരു വലിയ എക്സാം ആണ് നീറ്റ് എക്സാം. പക്ഷെ പേടിക്കേണ്ട കേട്ടോ, എത്ര പഠിച്ചു എന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില സ്ട്രാറ്റജീസ് ആണ് നീറ്റ് എക്സാമിൽ നമുക്ക് ടോപ്പ് റാങ്ക് കിട്ടാൻ കാരണമാവുന്നത്. ഇപ്പം എന്താണ് ആ സ്ട്രാറ്റജി? ഒരു കാര്യം ഉറപ്പാണ്, ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ കൂടുതലായും ക്വസ്റ്റ്യൻസ് തന്നെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. MCQs, അതും ടൈം ബൗണ്ടഡ് ആയി വാച്ച് ഓൺ ചെയ്ത് വെച്ച് മാത്രമേ ക്വസ്റ്റ്യൻസ് ചെയ്യാവൂ. അറൌണ്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ 1 മിനിറ്റേ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. ദെൻ പരീക്ഷ ഹാളിൽ കയറിയാലും നമ്മൾ അതുപോലത്തെ സ്ട്രാറ്റജി ഉപയോഗിക്കാനുണ്ട്. നമുക്ക് ആകെ നിങ്ങൾക്ക് അറിയാം 180 ക്വസ്റ്റ്യൻസ് ആണ്. 90 ബയോളജി, മിക്കവാറും എല്ലാ കുട്ടികളും ചെയ്യും. ദെൻ 45 ഫിസിക്സ്, 45 കെമിസ്ട്രി. ഈ 45 ക്വസ്റ്റ്യൻ ഫിസിക്സ് നിങ്ങളൊരു 30 മിനിറ്റ് കൊണ്ട് സ്കാൻ ചെയ്തെത്തണം. ദെൻ അറൌണ്ട് 30 മിനിറ്റ് കൊണ്ട് കെമിസ്ട്രിയും സ്കാൻ ചെയ്തെത്തണം. ദെൻ 90 ക്വസ്റ്റ്യൻ നിങ്ങൾ ഇനഫ് ടൈം എടുത്ത് ചെയ്തു. ദെൻ നിങ്ങൾക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് വീണ്ടും പ്രാക്ടീസ് ചെയ്യണം. അത്തരത്തിലൊരു സ്ട്രാറ്റജി വേണം നിങ്ങൾക്ക്. അപ്പോൾ ഇനി അവസാന ദിവസങ്ങളിൽ ടെൻഷനാണ് സാർ, എനിക്ക് പഠിച്ചെത്തുന്നില്ല സാർ, അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ അവരെ മെൻറ്റർ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്, ഞാൻ തയ്യാറാണ്. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ സീറ്റ് ഉറപ്പിച്ചോളൂ, ബുക്ക് ചെയ്തോളൂ. ജസ്റ്റ് 10 മിനിറ്റ്സ് നിങ്ങളുടെ നീറ്റ് സ്വപ്നം ഒരു പക്ഷേ വലിയ റാങ്കുകളിലേക്ക് വരാം.